PF-നെ കേരളത്തിൽ നിരോധിച്ചു. പക്ഷെ അത് പല രൂപത്തിൽ തിരിച്ചു വരുമെന്ന് പല അന്വേഷണ ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു. അത് തന്നെയാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. താമരശ്ശേരി ബിഷപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഒരു ഭീഷണി കത്ത് ലഭിച്ചിട്ടുണ്ട്. അതൊരു സംഘടനയുടെ പേര് വെച്ച്. അത് PF-ന്റെ പുതിയ രൂപമാണോ? തീർച്ചയായിട്ടും അത്തരത്തിൽ നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംഘടന നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ ഒരു പുതിയ പ്രസ്ഥാനം, അതിന് അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസിന് ഒരു ഭീഷണി കത്ത് അയക്കുകയാണ്. ആ ഭീഷണി കത്ത് കിട്ടി അവരത് പോലീസിൽ കൈമാറി അന്വേഷണം നടത്തി വരികയാണ്. അത് തീർച്ചയായിട്ടും പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ നിരോധിക്കപ്പെട്ട സംഘടനകൾ രംഗത്ത് വരും എന്നുള്ളത് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഏതൊരു സംഘടനയും നിരോധിക്കുന്നത് കൊണ്ട് മാത്രം അതാണ് NDF നിരോധിച്ചു, സിമി നിരോധിച്ചു, പോപ്പുലർ ഫണ്ട് നിരോധിച്ചു. പക്ഷേ ഈ ആശയം അവസാനിക്കുന്നില്ലല്ലേ? ആശയം അത് അവസാനിക്കണമെങ്കിൽ അത് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ അത്തരത്തിലൊരു ഉണർവുണ്ടാകണം. തീവ്രമായ അല്ലെങ്കിൽ തീവ്രവാദമുള്ള സംഘടനകൾ നമുക്ക് യോജിക്കാൻ കഴിയുമോ കഴിയില്ലയോ എന്നുള്ളത് അവരതിനെ തള്ളിക്കളഞ്ഞാൽ മാത്രമേ അത് ഇല്ലാതാവുള്ളൂ. അല്ലാത്തടത്തോളം കാലം അത് ഇല്ലാതാവില്ല. തീവ്രവാദ സംഘടനകൾ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് വന്നുകൊണ്ടിരിക്കും. ഇത് വന്നാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ മുസ്ലിം തീവ്രവാദ സംഘടന വരുമ്പം അതിന് സമാന്തരമായിട്ട് മറ്റു പലരും സംഘടിച്ച് അതിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുകയും. ഈ തീവ്രവാദ സംഘടനകൾ ലക്ഷ്യമിട്ടിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിനാണ്. കാരണം നമുക്കറിയാം PF-മായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചർച്ച ആദ്യമായി ഉയർന്നു വന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടുമായി ബന്ധപ്പെട്ടാണ്. അതൊരു വിദ്യാഭ്യാസ വിഷയമായിരുന്നു. ഇപ്പോൾ ഈ സംഘടനയും ഉയർന്നു വരുന്നത് ഹിജാബുമായി ബന്ധപ്പെട്ടാണ്. അതും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ആ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ സ്കൂളിനെ താമരശ്ശേരി ബിഷപ്പുമായി ബന്ധപ്പെട്ടാണ് ആ സ്കൂൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയെ ലക്ഷ്യമിട്ടാൽ കേരളത്തിൽ അങ്ങ് വലിയ രീതിയിൽ ചർച്ചയാകാമെന്ന് തോന്നലാണോ ഈ ഭീകരവാദികൾ? ചർച്ചയാകാമെന്ന് മാത്രമല്ല, അത് വൈകാരികമായ ഒരു വിഷയമായി വരുമെന്നുള്ളതും കൂടെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ ഭാവിയായി നമ്മൾ കാണുന്നത്, അല്ലേ? നമ്മുടെ കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം, അവരെങ്ങനെ സ്കൂളിൽ പോകണം, അവരെങ്ങനെ യൂണിഫോം ധരിക്കണം, അവരെന്ത് വിഷയം പഠിക്കണം, പഠിച്ചാൽ അവരെന്തായി തീരണം എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പുറത്തിറങ്ങി നടക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? നമ്മുടെ ആദ്യത്തെ അവസാനത്തെ ചിന്ത നമ്മുടെ കുട്ടികളാണ്. ആ കുട്ടികളെ ബേസ് ചെയ്തുള്ള ഏത് വിഷയവും വളരെ വൈകാരികമാണ്. അത് വൈകാരികമായിട്ട് ജനങ്ങൾ പ്രതികരിക്കും. അപ്പം അതുതന്നെയാണ് ഇപ്പോൾ ബിഷപ്പിന് കൊടുത്തിരിക്കുന്ന കത്തിലും പറഞ്ഞിരിക്കുന്നത്. 90% റവന്യൂ ഇവിടുത്തെ പല സ്കൂളുകൾക്കും നൽകുന്നത് മുസ്ലിം കുട്ടികളാണ്, അല്ലെങ്കിൽ മുസ്ലിം രക്ഷകർത്താക്കളാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഹിജാബ് ധരിക്കാൻ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രചരണം അഴിച്ചുവിടുന്നതിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന തിയറി അവർ ബിഷപ്പുമാരിലാണ് ചുമത്തുന്നത് എന്നുള്ളതാണ്. അതിലോടൊപ്പം ആ കത്തിൽ പറയുന്നത് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനുമല്ല സ്കൂളുകളിൽ അവസരം നൽകണമെന്നാണ്. അതെ, അത് ഹിജാബ് മാത്രമല്ല, നിസ്കരിക്കാനും അവരുടെ മുസ്ലിം ആചാരപ്രകാരമുള്ള കാര്യങ്ങൾക്കും സ്കൂളുകളിൽ അവസരം നൽകണമെന്ന് തന്നെയാണ്. ഇത് മാനേജ്മെന്റ് സ്കൂളുമായി ബന്ധപ്പെട്ടാണ്. നമുക്കത് സർക്കാരുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ശിവൻകുട്ടിയും വിദ്യാഭ്യാസ വകുപ്പ് എന്ത് നിലപാടെടുത്താലും ആദ്യം ഓടി വെത്തുന്നത് ഈ ന്യൂനപക്ഷമാണ്. ഏറ്റവും അവസാനം പരിശോധിച്ചാൽ ഈ ക്ലാസിന്റെ സമയവുമായി ബന്ധപ്പെട്ട്, യൂണിഫോമുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കൊണ്ടുവന്നാലും എന്തുകൊണ്ട് ഈ മതസംഘടനകൾ എതിർക്കുന്നു? മതസംഘടനകൾക്ക് ശക്തമായ വേരുള്ളത് മുസ്ലിം വിഭാഗത്തിലാണ്. അവർക്ക് ശക്തമായ സംഘടനാ സംവിധാനമുണ്ട്, വോട്ട് ബാങ്ക് ഉണ്ട്. അവരുടെ ജീവിത രീതി പോലും സംഘടിച്ച് നിൽക്കുന്നതിൽ നിന്നാണ്. അവർക്കുള്ള അത്രയും സംഘടിച്ച് നിൽക്കുന്ന ഒരു മതവിഭാഗം ലോകത്തില്ല. നമ്മൾ എവിടെ നോക്കിയാലും അതെ. ആ സംഘടിച്ച് നിൽക്കുന്നതാണ് പലപ്പോഴും ശിവൻകുട്ടി അടക്കം, അല്ലെങ്കിൽ CPM അടക്കമുള്ളവർക്ക് ഒരു ദൗർബല്യമായിട്ടും ബലഹീനതയായിട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ അവർ പലപ്പോഴും അത്തരം വോട്ട് ബാങ്കുകൾക്ക് മുമ്പിൽ മുട്ടുമടക്കും. അത് സ്വാഭാവികമാണ്. ആ മുട്ടുമടക്കൽ ഇത്തരം സംഘടനകൾക്കറിയാം. അതുകൊണ്ട് അവർ കൂടുതൽ അതിനകത്ത് ശക്തമായിട്ട് മുന്നോട്ട് വരുമ്പം അവരെ പ്രതിരോധിക്കാൻ ആളില്ലാതെ വരികയും ചെയ്യും. അതോ ഇത് ഒരു ധൈര്യമുണ്ടല്ലോ അവരെ പിടികൂടില്ലെന്നുള്ള? പോപ്പുലർ ഫണ്ടിന്റെ നിരോധനത്തിന് പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ സംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ റെയ്ഡുകൾ പോലീസ് തന്നെ നടത്തിയിരുന്നു. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു അനക്കമില്ല. അതിനെക്കുറിച്ച് മൗനത്തിലായിരുന്നു. കേരളത്തിൽ അത്തരത്തിൽ നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ശക്തമായ നടപടികൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ലെന്നും അവർക്കറിയാം. കാരണം അതാണ് സാറ് സൂചിപ്പിച്ചതല്ലേ, ഈ സംഘടിതമായ ഒരു വോട്ട് ബാങ്ക് ആയതുകൊണ്ട് അവരെ സംഘടിത വോട്ട് ബാങ്കിനെ തൊട്ട് കഴിഞ്ഞാൽ
അത് ഇപ്പോൾ തന്നെ ഒരു പ്രശ്നവുമില്ലാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും മുസ്ലിം വോട്ടുകൾ അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഭരണത്തിൽ നിന്ന് 10 വർഷം മാറി നിന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർ ഇനി ഭരണമല്ലെങ്കിൽ മരണമെന്ന നയത്തിലേക്കാണ് പോകുന്നത്. ഏത് കാരണവശാലും കേരളത്തിലെ ഭരണം പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് എൻ ബ്ലോക്കായിട്ട് വോട്ടുകൾ UDFിൻ്റെ പെട്ടിയിൽ വീഴണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരിക്കലും UDFോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ പോലും സമ്മതിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയും SDPIയും വരെ ഇപ്പോൾ അവരോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതും അതിനവർ നോ പറയാത്തതും. മുമ്പ് അങ്ങനെയല്ല. നമുക്ക് RSS പാടില്ല, SDPI പാടില്ല, RSS പാടില്ല, ജമാഅത്തെ പാടില്ല എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി പാടില്ല എന്ന് പറഞ്ഞ് നിന്നിരുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും പോലും ഇന്നതിന് ധൈര്യപ്പെടുന്നില്ല, അതിന് തയ്യാറാകുന്നില്ല. എന്ന് മാത്രമല്ല അവരുടെ വോട്ടും പ്രധാനപ്പെട്ടതാണ്, ഞങ്ങളത് സ്വീകരിക്കുമെന്ന് തുറന്നു പറയാനും കൂടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വരുന്ന ഇലക്ഷൻ ഒരു വർഗീയ ഇലക്ഷനായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷമാണ്. അവരെയാണ് നിരന്തരം വേട്ടയാടുന്നത്. അത് പല സ്ഥലങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം. പാലാ ബിഷപ്പുമായുള്ള പ്രശ്നങ്ങൾ, ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇപ്പോൾ താമരശ്ശേരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളിലും ഒരു വിഭാഗത്ത് UDFിന് അനുകൂലമായി നിന്ന ഈ ന്യൂനപക്ഷം. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ഇരയാകുന്നു എന്നൊരു തോന്നൽ BJPയിലേക്കുള്ള ഒരു വഴി തുറക്കലല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അവരും സുരക്ഷിതമായ താവളങ്ങൾ അവരും തേടും. സംഘടിതമായ ഒരു മതം, വലിയൊരു മതമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ. ഏതാണ്ട് 1 കോടിയോളം ജനങ്ങൾ ഉണ്ട ഒരു മതമാണ്. 3.4 3,40,00,000 ജനങ്ങളുള്ളതിൽ 1 കോടി ജനങ്ങൾ അവരാണ്. അപ്പോൾ അതൊരു വലിയ സംഘടനയാണ്, അവരുടെ പ്രസ്ഥാനം ഒന്നിച്ചു നിന്ന വലിയ ശക്തിയാണ്. അപ്പോൾ 50 ലക്ഷത്തിന് താഴെ വോട്ടുള്ള ക്രിസ്ത്യാനികൾ തീർച്ചയായിട്ടും ഭയക്കും. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ അവർ മറ്റു പലരെയും കൂട്ടുപിടിക്കാൻ ശ്രമിക്കും. അതൊക്കെയാണ് പല ബിഷപ്പുമാരുടെയും ബിഷപ്പ് പാംപ്ലാനിയുടെയൊക്കെ പല പ്രസ്താവനകൾ നമ്മൾ മുമ്പേ കണ്ടല്ലോ. പിന്നെ അതിന് ഒരു ചെറിയ ഒരു പ്രശ്നം വന്നത് നമ്മുടെ കന്യാസ്ത്രീ വിഷയം വന്നപ്പോഴാണ്. അല്ലെങ്കിൽ അത് ഇതിനേക്കാൾ അരക്കെട്ടുറപ്പിച്ച ഒരു ബന്ധമായിരുന്നു. ഇപ്പോഴും അത് തുന്നിയെടുക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം നീക്കങ്ങൾ പല ഭാഗത്തുനിന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊക്കെയുള്ളൊരു ബ്ലോക്കും കൂടെ ആയിരിക്കാം ഈ വിവാദവും വിരട്ടലും അങ്ങനെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ അടുക്കുകയല്ലേ ചെയ്യും? അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ വരുള്ളൂ. പക്ഷേ ഒരു ഭീഷണിയുടെ സ്വരം ചിലപ്പോൾ ഒരു ഭീരുത്വത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഭയന്ന് പുറകോട്ട് പോകുമോ എന്നുള്ളതും കൂടെ പലരും ശ്രമിച്ചെന്നിരിക്കും. തീവ്രവാദ സംഘടനകൾ അങ്ങനെ പിന്നോട്ട് പോകുന്നവരെ മുന്നിലെത്തിക്കാനാണ് PC ജോർജ്, ഷോൺ ജോർജും എല്ലാം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം വിവാദമില്ലെങ്കിൽ ഒരു വർഗീയ പരാമർശം 4 വർഗീയ പരാമർശം, എതിർ വർഗീയ പരാമർശം എതിർ ചേരിയിലുണ്ടാക്കും. ഒരു വർഗീയ പാർട്ടി ഒരിടത്തുണ്ടായാൽ വേറെ 4 വർഗീയ പാർട്ടികൾ ഇപ്പുറത്തുണ്ടാകും. ഒരു ജാതി പാർട്ടി ഒരിടത്തുണ്ടായാൽ അപ്പുറത്ത് വേറെ 4 ജാതി പാർട്ടികൾ ഉണ്ടാകും. ഇതാണ് ഈ ഇക്വേഷൻ വരുന്ന കുഴപ്പം. അതുകൊണ്ടാണ് നമ്മൾ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും നിൽക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് പറച്ചിൽ മാത്രമാണ്. ഏട്ടിലെ പശു ഇതുവരെ പുല്ല് തിന്നിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.